മാഡം, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സംശയങ്ങൾ വാട്സപ്പിലൂടെ വോയിസ് ആയിട്ട് ഇടാം. അപ്പോൾ മാഡം ഒഴിവ് കിട്ടുമ്പോൾ അത് വായിച്ചിട്ട് അതിന് റിപ്ലൈ എനിക്ക് വോയിസ് ആയിട്ട് ഇട്ടാൽ മതി. അതായത് ആദ്യത്തേന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഞാനും എൻ്റെ ഗേൾ ഫ്രണ്ടും ഒരു ഒത്തുകൂടിയിരുന്നു. അപ്പോൾ അവളുടെ ആ യോനി ഭാഗത്ത് ഭയങ്കര ഒരു ജാതി ബാഡ് സ്മെല്ലായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അവളായിട്ട് സംസാരിച്ചപ്പോൾ അവൾ പറയുന്നത് അവൾക്ക് അറിയില്ല അതെന്താണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഡോക്ടറായിട്ട് നമുക്ക് പരിശോധിക്കാൻ പോയാലോ. പക്ഷേ അവൾക്ക് അത് ഭയങ്കര ചമ്മൽ. പക്ഷേ അപ്പോൾ ഇതിന് മെയിൻ കാരണം എന്താണ് ഈ യോനി ഭാഗത്തുള്ള ഈ ബാഡ് സ്മെല്ലിന്? ഓൾമോസ്റ്റ് ഒരു 95% ഗേൾസിനും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ ഉണ്ടാകുന്ന ഒരു ബാഡ് സ്മെല്ല് അല്ലെങ്കിൽ അവിടുത്തെ ഇച്ചിങ്. ഇത്ര കാരണം വന്നിട്ട് നമ്മളെല്ലാവരും ബാത്റൂമിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് പോരും. അല്ലാതെ അവിടെ അതായത് ഓരോ തവണ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോഴും അവിടെ വാഷ് ചെയ്യുന്നവർ ഭയങ്കര കുറവാണ്. ഇങ്ങനെ ഇപ്പം അങ്ങനെ വാഷ് ചെയ്തു എന്ന് അനുകരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ പാൻറ്റീസ് അങ്ങോട്ട് കയറ്റിടും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പോരും. ശരിക്കും നമ്മൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓരോ തവണ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലും അവിടെ വാഷ് ചെയ്യാം. ശരിക്കും വാം വാട്ടറിലാണ് നമ്മളത് വാഷ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് എപ്പോഴും നമുക്ക് എന്താ പറയുക അതിൽ വാഷ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല, സത്യസന്ധമായി പറയുകയാണെങ്കിൽ. കാരണം നമ്മളെല്ലാവരും പഠിക്കുന്നവരാണ്, വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പുറത്തേക്ക് പോകുന്നവരാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു വാം വാട്ടറിൽ വാഷ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഡെയിലി, അതായത് നമ്മൾ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ വൺസ് നമ്മളവിടെ വാം വാട്ടറിൽ വാഷ് ചെയ്തിരിക്കണം. അത് ഏറ്റവും എന്താ പറയുക നമ്മുടെ ഒരു പേഴ്സണൽ ഹൈജീനിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു റൊട്ടീനിൽ എപ്പോഴും ഇൻക്ലൂഡ് ആക്കുന്നതാണ്. നമ്മൾ ഡെയിലി ഒരു തവണയെങ്കിലും നമ്മൾ വാം വാട്ടറിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് വാഷ് ചെയ്തിരിക്കണം. മാഡം പറഞ്ഞല്ലോ ഈ വെള്ളം കൊണ്ടുള്ള ഈ വാഷ് ചെയ്യാനോ ആ ഭാഗത്ത്. പക്ഷെ വെള്ളം കൊണ്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ വെള്ളം അവിടെ ഇരിക്കുമ്പോൾ ആ വെള്ളം പാൻറ്റീസിൽ തട്ടുമ്പോൾ അത് പിന്നെയും ഒരു പ്രോബ്ലം ആയിട്ട് മാറില്ല. അവിടെ കഴുകി, അതായത് ഓരോ തവണ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോഴും നമ്മളവിടെ കഴുകി കളഞ്ഞിട്ട് നമ്മളവിടെ വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടിഷ്യൂ കയ്യിൽ വെച്ചിട്ട് അതുകൊണ്ട് അവിടുത്തെ വെറ്റായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പാൻറ്റീസ് ഇടണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വെള്ളം പോവില്ല. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പാൻറ്റീസ് കയറ്റിയിടുമ്പോൾ അവിടെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാകും. അങ്ങനെ അവിടെ എന്ത് ചെയ്യും, ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്ലസ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ പാൻറ്റീസ് ഇടാനായിട്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ പോലെ ഒരു ദിവസം ഒരു തവണയെങ്കിലും നമ്മൾ വാം വാട്ടറിൽ അവിടെ വാഷ് ചെയ്തിരിക്കണം. മറ്റൊന്ന്, ഇനി ഇപ്പോൾ ലേഡീസ് പാൻറ്റീസൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഉദാഹരണത്തിന് ഇപ്പോൾ കോട്ടൺ പാൻറ്റീസ് ആയാലും പോളിസ്റ്റർ പാൻറ്റീസ് അങ്ങനെയുള്ളത് ഇട്ടാൽ വയർപ്പിൻ്റെതായിട്ട് ഇടാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ സംബന്ധിച്ച് അവർ പോളിസ്റ്റർ പാൻറ്റീസാണ് അവൾ മിക്കപ്പോഴും ഇടുന്നത്. നമ്മൾ കോട്ടൺ പാൻറ്റീസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു പ്രായം വരെ ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പാൻറ്റീസ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കോട്ടൺ പാൻറ്റീസ് അല്ല. പക്ഷെ അന്നൊക്കെ അതിന് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്താ കാരണം അത് കറക്റ്റ് ആണെന്ന് നമുക്ക് പറഞ്ഞു തരാനോ അങ്ങനെ ആരുമില്ല, നമുക്ക് അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കോട്ടൺ പാൻറ്റീസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറയാ, കോട്ടൺ ആവുമ്പോൾ എന്താ പറയാ അവിടുത്തെ വെറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കും. പക്ഷെ ബാക്കിയുള്ള മെറ്റീരിയലുകളൊന്നും നമ്മുടെ ആ ഒരു വയർപ്പിനെ ആയാലും വെള്ളത്തിനെ ആയാലും വലിച്ചെടുക്കുന്നില്ല. അത് അവിടെ തന്നെ ഇരുന്നിട്ട് നമുക്ക് കൂടുതൽ ഇൻഫെക്ഷൻസ് ആയാലും അതുപോലെ ബാഡ് സ്മെൽ ആയാലും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കോട്ടൺ പാൻറ്റീസ് ഉപയോഗിക്കാം. മറ്റൊരു കാര്യം കൂടെ ഉണ്ട് മാഡം, അതായത് ഇപ്പോൾ കളറിൽ പാൻറ്റീസ് ഇടുമ്പോൾ കളറിൽ വല്ല പ്രോബ്ലംസ് ഉണ്ടോ? അതായത് ബ്ലാക്ക്, റെഡ്, അങ്ങനെ കരിനീല അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ലൈറ്റ് കളറാണ് നല്ലത് ഇതിനൊക്കെ? എൻ്റെ ഗേൾ ഫ്രണ്ട് ഇടുന്നത് എപ്പോഴും ഒരു ഡാർക്ക് മൂഡിലുള്ള അതാണ് അവൾ ധരിക്കുന്നത്. കാരണം ഒന്നിലെ കടും ചുവപ്പ് അല്ലെങ്കിൽ കടും നീല അങ്ങനെയുള്ള പാൻറ്റീസ് ആയിരിക്കും ധരിക്കുക. അതാണ് അവൾ കുറച്ച് വെളുത്തത് കൊണ്ട് അവൾക്ക് അതാണ് സൂട്ടബിൾ എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഇതിൽ വല്ല പ്രോബ്ലംസ് ഉണ്ടോ? ഈ ഡാർക്ക് കളറൊക്കെ ഉണ്ട്, ഈ ഒരു ബ്ലാക്ക് ഭയങ്കര ബ്രൗൺ കളർ മീൻസ് റെഡ് പോലത്തെ കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനത്തെ കളറുകൾ സെലക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കുക. അപ്പൊ
നമ്മൾ നോർമലി പറയാറുണ്ട് ബ്ലാക്ക് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ചൂടെടുക്കുന്നു നമ്മളിപ്പോഴും പറയാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അവിടെയൊക്കെ, കാരണം അവിടെ നമുക്ക് വെളിച്ചവും ഒന്നും ആവണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കുക. നമുക്ക് ബ്ലാക്ക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഉഷ്ണം പോലെ ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോഴും ഒരു ബ്ലാക്ക് കളർ, അങ്ങനത്തെ ഒരു ഡാർക്ക് കളർ കോമ്പിനേഷനൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുളിക്കുമ്പോൾ അവിടെ മാത്രമല്ലല്ലോ, കുളിക്കുമ്പോൾ നമ്മളെ ഫുള്ള് ബോഡി നമ്മൾ കുളിക്കണം. അപ്പോൾ കുളിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വല്ല കാര്യങ്ങളുണ്ട് ആ ഭാഗത്ത് ബാഡ് സ്മെൽ മാറാനായിട്ട്? അതുപോലെ തന്നെ നമ്മൾ കുളിക്കണ വെള്ളത്തില് നമ്മുടെ ഒരു നാരങ്ങ നീര് പിരിഞ്ഞ്, അത് നോർമലി നമ്മൾ കുളിക്കുകയാണെങ്കിൽ, അതിപ്പോൾ അവിടെ പ്രത്യേകമായിട്ടല്ല, നമ്മൾ നോർമലി അങ്ങനെ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന ഒരു ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ അത് പോവുക. അതായത് നമ്മൾ എന്നും കുളിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാകുന്നത് വളരെ റിഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ്. അതായത് ഇപ്പോൾ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഭാഗത്ത് കൂടുതൽ സോപ്പ് തേക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇതിനൊരു ശമനം കിട്ടാനായിട്ട് വകുപ്പുണ്ടോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് ഒരുപാട്, അതായത് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ഉപയോഗിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, സ്പ്രേസ് ആയാലും സോപ്പ് ആയാലും പിന്നെ വി വാഷ് പോലുള്ളതാണെങ്കിലും ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വെജയിനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം. ഈവൻ നമ്മൾ കുളിക്കുന്ന സോപ്പ് പോലും അവിടെ ഉപയോഗിച്ച് കഴുകരുതെന്നാണ് ശരിക്കും പറയാറുള്ളത്. കാരണം എല്ലാത്തിലും കെമിക്കൽസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ എത്ര നേച്ചുറൽ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറക്കുന്ന സാധനമാണെങ്കിലും അതിൽ കെമിക്കൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ആയാലും ബാക്ടീരിയ ആയാലും എന്താ പറയാ ഈസ്റ്റിന്റെ ആണെങ്കിലും ഒക്കെ പെട്ടെന്ന് വരാനുള്ള ചാൻസസ് ഉള്ള ഒരു ഏരിയയാണത്. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി കിടക്കുമ്പോഴുണ്ടല്ലോ, ഇപ്പോൾ ബാഡ് സ്മെല്ലുള്ള യുവതികളായിക്കോട്ടെ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, ഈ പറയുന്ന എൻ്റെ ഗേൾ ഫ്രണ്ട് പോലും ആയിക്കോട്ടെ, അപ്പോൾ ഇപ്പോൾ നമ്മളായിട്ട് അവർ രാത്രി അല്ലെങ്കിൽ മറ്റുള്ള സമയത്തൊക്കെ എടുക്കാനായിട്ട് വരുമ്പോൾ ഈ സ്മെല്ല് മാറാനായിട്ട് നല്ല സ്പ്രേകൾ ആ ഭാഗത്ത് അടിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അടിക്കുന്നത് കൊണ്ട് വല്ല പ്രോബ്ലംസ് ഉണ്ടോ? നമ്മൾ ബോഡി സ്പ്രേ ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ ഭാഗത്ത് സ്പ്രേ അടിച്ചാൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമോ ഭാവിയിൽ? അല്ലെങ്കിൽ ഇത് സ്പ്രേ അടിച്ച് നമ്മങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഈവൻ സോപ്പ് പോലും ഉപയോഗിക്കരുതെന്നാണ് പറയുക. ഇപ്പൊ പലരും വി വാഷ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും നമ്മുടെ ഒരു വെജീനയ്ക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അനാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. എത്ര എന്താ പറയാ നേച്ചുറൽ ആണെന്ന് പറഞ്ഞാലും അതിൽ കെമിക്കൽസ് ഉണ്ടായിരിക്കും. അപ്പൊ പരമാവധി അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതുകൊണ്ട് അവിടെ ഒന്ന് കഴുകുക. ഇത് നമുക്ക് വീക്ക്ലി വൺസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ബെറ്റർ. നമുക്കിപ്പോൾ ഇച്ചിങ്ങും അതൊന്നും ഇല്ലെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. കാരണം നമുക്ക് എന്താ പറയാ അത്രയും നേച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഉപ്പറിയാം എന്തെങ്കിലും ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോവാനായിട്ടുള്ള ഒരു റെമഡി ആയിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് അല്ലാതെ നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇതേപോലെ ഒരു വാട്ടറിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും.